ഹലോ, എന്തല്ല എന്തൊക്കെയുണ്ട് വിശേഷം ചോദിച്ചിട്ട് നിങ്ങളൊന്നും പറയണില്ല. അപ്പം എന്തല്ല ചോദിച്ചാൽ എന്തെങ്കിലും പറയാമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ. ഇത് നമ്മുടെ 70ാമത്തെ പാർട്ടാണേ. കമൻ്റ് ഇടാൻ മറക്കുന്നറിയാം, എന്നാലും പറയാം, കമൻ്റ് ഇട്ടോളോ. നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. പഠിച്ച് ക്ഷീണിച്ചും വർണ്ണ പതിയെ താഴേക്ക് ഇറങ്ങി വന്നു. അവൾ സ്റ്റെയർ ഇറങ്ങി താഴെ വരുമ്പോൾ കാണുന്ന ഹാളിലെ സെറ്റിയിലിരിക്കുന്ന ശീലവും ഭദ്രയും അവരുടെ ഇടയിലിരിക്കുന്ന അഭിജിത്തും. വർണ്ണയെ കണ്ടത് അവൻ വേണം എന്ന് വെച്ച അവളുടെ തോളിലൂടെ കൈയിട്ടു. ഭദ്ര വേഗം തന്നെ കൈയെടുത്തു മാറ്റി അവനിൽ നിന്ന് കുറച്ച് നീങ്ങിയിരുന്നു. എന്നാൽ ശീലു ഇതൊന്നും ശ്രദ്ധിക്കാതെ അവൻ എന്തോ കാണിച്ചു കൊടുക്കാണ്. വർണ്ണ ദേഷ്യത്തിൽ അവരുടെ അരികിൽ എത്തി. ഷീലു! അവളുടെ ദേഷ്യത്തിലുള്ള വിളി കേട്ട് ഷീലുവിൻ്റെ കയ്യിലെ ഫോൺ വരെ താഴെ വീണിരുന്നു. ഹോ, നീയായിരുന്ന മനുഷ്യ, പേടിച്ചു പോയി. ഷീലു താഴെ വീണ ഫോൺ എടുത്തു. എന്തിനാ വർണ്ണ ഇങ്ങനെ അലറി വിളിച്ചേ? എനിക്ക് പതിയെ വിളിച്ചാലും ചെവി കേൾക്കും. നീ എന്താ ഇവിടെ ചെയ്യണേ? നിനക്ക് പഠിക്കാവൊന്നുമില്ലേ? വർണ്ണ ഗൗരവത്തിൽ തന്നെ ചോദിച്ചു. ഉണ്ട്, ഞാൻ അഭിയേട്ടന് നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുമായിരുന്നു. കാണിച്ചു നോക്കാൻ മതി, പോയിരുന്നു പഠിക്കാൻ നോക്ക്. 5 മിനിറ്റ്, അത് കഴിഞ്ഞ് ഞങ്ങൾ പൊക്കോം. നിന്നോട് പോവാനല്ലേ ശീലു പറഞ്ഞത്? ഇയാൾക്ക് ഫോട്ടോസും വീഡിയോസും കാണിച്ചു കൊടുക്കാൻ അവിടെ നിമ്മിച്ചേച്ചിയുണ്ട്. നിന്റെ സഹായമൊന്നും വേണ്ട. നീ എന്തൊക്കെയാ പറഞ്ഞേ ഈ പറയണേ? ഇങ്ങനെ ചൂടാവാൻ മാത്രം ഇപ്പം എന്തുണ്ടായേ? ശീലും മനസ്സിലാവാതെ ചോദിച്ചു. ഒന്നും ഉണ്ടാവാതെ ഇരിക്കാനായി പറയണേ. കൈയെടുക്കടോ! വർണ്ണ ദേഷ്യത്തിൽ ശീലുവിൻ്റെ തോളിലൂടെ അഭിജിത്തിൻ്റെ കൈ തട്ടി മാറ്റി. വർണ്ണ, നീ എന്തൊക്കെയാ കാണിക്കുന്നേ? ഇത് നമ്മുടെ ഏട്ടനെ പോലെയല്ലേ? ഏട്ടനെ പോലെയല്ലേ ഉള്ളൂ, ഏട്ടനൊന്നല്ലല്ലോ. പെൺപിള്ളേരെ ഇങ്ങനെ തൊട്ടുരുമ്മിയിരിക്കുന്ന അത്ര നല്ല ശീലമൊന്നല്ല. വർണ്ണ, മതി, നിർത്ത്. നീ ഇങ്ങോട്ട് പറഞ്ഞു കയറിപ്പോണേ. നീ ഷീലു, വാ, നമുക്ക് എണീറ്റ് പോയി ബാക്കി പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാം. ഒരു വഴക്ക് നടക്കുമെന്ന് മനസ്സിലായ ഭദ്ര ഷീലുവിനെ വടിച്ചു പിടിച്ച് റൂമിലേക്ക് പോയി. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം നിന്റെ ഒരു ഉദ്ദേശം നടക്കില്ലടാ. വർണ്ണ അവന് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ഈ അഭിജിത്ത് എന്തെങ്കിലും മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നടത്തിയിരിക്കും. അഭിജിത്ത് വെല്ലുവിളിച്ചു. നീ ഒരു ചുക്കും നടത്തില്ല. വർണ്ണ ദേഷ്യത്തിൽ സ്റ്റെയർ കയറി റൂമിലേക്ക് പോയി. റൂമിലെത്തി വർണ്ണ ദത്തനെ വിളിക്കാനായി ഫോൺ എടുത്തുവെങ്കിലും പിന്നീട് അത് വേണ്ടെന്ന് വെച്ചു. അബിയെക്കുറിച്ച് ദത്തനെ എല്ലാം അറിഞ്ഞിരുന്നിട്ടും അവനൊന്നും പ്രതികരിക്കാതെ ഇരിക്കുന്നതിന് പിന്നിൽ എന്തെങ്കിലും കാണുമെന്ന് വർണ്ണയ്ക്കും അറിയായിരുന്നു. ഭദ്ര പൊതുവെ സൈലൻറ്റ് ക്യാരക്ടറാണ്. പുറമെ ഉള്ളവരോട് അധികം അടുപ്പം കാണിക്കാൻ പോകാറില്ല. അതിനു പുറമെ അവൾ കുറച്ച് ബോൾഡാണ്. പക്ഷെ ശീലു അങ്ങനെയല്ല. ആരെങ്കിലും ഒന്ന് ചിരിച്ച് സംസാരിച്ചാൽ അവരുടെ കൂടെ സെറ്റാവും. അതുകൊണ്ട് അവളെക്കുറിച്ച് ആലോചിച്ച് വർണ്ണയ്ക്ക് കൂടുതൽ പേടിയുണ്ടായി. അവൾ ബുക്ക് എടുത്ത് കുറച്ചു നേരം വായിച്ചെങ്കിലും മനസ്സിനൊരു സമാധാനമില്ല. അതുകൊണ്ട് അവൾ താഴേക്ക് ഇറങ്ങിച്ചെന്നു. ഭദ്രയുടെ ശീലുവിൻ്റെ മുറിക്ക് മുന്നിലെത്തി വർണ്ണയുടെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി. ചെയറിന് മുകളിൽ കയറി നിന്ന് മുകളിൽ റാക്കിൽ നിന്നും ചാട്ടെടുക്കുകയാണ് ശീലു. അവളുടെ തൊട്ടരികിൽ അഭി നിൽക്കുന്നുണ്ട്. ശീലു കൈയെത്തിച്ച് ചാർട്ട് പേപ്പർ എടുത്ത് വർണ്ണയ്ക്ക് കൊടുത്തതും അഭി അവളെ ചെയറിൽ നിന്ന് എടുത്ത് താഴെ നിർത്തി. വർണ്ണ അഭിജിത്തിന്റെ ഷർട്ടിന്റെ കോളർ പിടിച്ച് തള്ളി. നിനക്കെന്താ വരുടെ റൂമിൽ കാര്യം? അഭിയായിട്ട് ഞങ്ങളെ പ്രോജക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യായിരുന്നു. ശീലു ഇടയിൽ കയറി പറഞ്ഞു. ഞാൻ നിന്നോട് ചോദിച്ചാ ശീലു, നിനക്കെന്താ? ഒരു വട്ടം പറഞ്ഞു, മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അത് വർണ്ണ അഭിക്ക് നേരെ തിരിഞ്ഞു. ഇറങ്ങിപ്പോയി റൂമിൽ നിന്ന്, ഇറങ്ങിപ്പോവാൻ. നീ എന്താ പറഞ്ഞ എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യണേ? ഇവരെൻ്റെ അനീതിമാരല്ലേ? അഭി നിഷ്കളങ്കമായി പറഞ്ഞു. നിന്നെ ന്യായം പറയാതെ ഇറങ്ങിപ്പോ, അതോ ഇനി ഞാൻ നിന്നെ പിടിച്ച് പുറത്താക്കണ? വേണ്ട, ഞാൻ പോയി തരാം. പക്ഷെ നീ എന്നോടുള്ള ദേഷ്യം എൻ്റെ അനീതി കുട്ടികളോട് തീർക്കരുത് പ്ലീസ്. അഭി കൈകുപ്പി പറഞ്ഞ് പുറത്തേക്ക് പോയി. നിനക്കെന്താ പറഞ്ഞ? പ്രാന്ത് പിടിച്ചോ? പാവം അഭിച്ചേട്ടൻ ഒരുപാട് സങ്കടമായി കാണും. ശീലു സങ്കടത്തോടെ പറഞ്ഞു.
അയാൾക്ക് സങ്കടമായി നിനക്കെന്താ? ഇനി എങ്ങാനും അയാളെ ഈ റൂമിൽ കയറ്റുക. അയാളുടെ സ്വഭാവം നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. അഭിചേട്ടൻ പറഞ്ഞു ശരിയാ ഭദ്രേ, ഇവൾക്ക് ഈഗോയും കോംപ്ലക്സ് ആണ്. അഭിയേട്ടൻ നമ്മളോട് ക്ലോസ് ആയി പെരുമാറുന്നതിലുള്ള അസൂയ ഇതിന് മരുന്നില്ല, ശീലു പറഞ്ഞു. നീ എന്തു വിചാരിച്ചാലും എനിക്ക് ഒന്നുമില്ല. അവനെ ഇനി നിങ്ങളുടെ കൂടെ കണ്ടുപോകരുത്, വർണ്ണ പറഞ്ഞു. ദേ, നീ വെറുതെ വലിയ ഏട്ടത്തി ചമയല് പറഞ്ഞ. ഞങ്ങളുടെ ഏകദേശ പ്രായം തന്നെയാണ് നിനക്കും. അതുകൊണ്ട് ഞങ്ങൾക്കറിയാം ശരിയേതാ തെറ്റേതാ എന്നൊക്കെ. ഇനി നീ ആയിട്ട് പഠിപ്പിക്കാൻ നിൽക്കണ്ട. നിനക്കൊരു കുന്തം അറിയില്ല. അല്ലെങ്കിലും ഒന്ന് കളിച്ച് ചിരിച്ച് 2 പഞ്ചാര വാക്ക് പറഞ്ഞ ആദ്യം നീ വീഴും. നീ അഭിയേട്ടനെയാണ് പറയുന്നതെങ്കിൽ ഞാനത് വിശ്വസിക്കില്ല. ഏട്ടൻ പാവ. കുറച്ചു മുമ്പ് തന്നെയാ പറഞ്ഞത്, നീയും കേട്ടതല്ലേ? നിനക്ക് എന്നേക്കാൾ വിശ്വാസം ഇന്നലെ കയറുമെന്ന് അവനെയാണോ? അങ്ങനെ നോക്കുകയാണെങ്കിൽ നീയും ഇന്നലെ കയറുമെന്നവൾ തന്നെയല്ലേ? ശീലു പറഞ്ഞതിന് ശേഷമാണ് താൻ എന്താ പറഞ്ഞതെന്ന് ബോധം അവൾക്കും വന്നത്. അപ്പോൾ ഞാൻ നിനക്ക് ഇന്നലെ കയറി വന്നവളാണോ ശീലു? അത് പറയുമ്പോൾ അവളുടെ സ്വരം വല്ലാതെ ഇടറിയിരുന്നു. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. മതി, വേണ്ട, എനിക്കെല്ലാം മനസ്സിലായി. എന്നെ വിശദീകരിച്ച് കഷ്ടപ്പെടണമെന്നില്ല. വാർണ കണ്ണുകൾ തുടച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. നീ എന്തൊക്കെയാ ശീലി പറഞ്ഞേ? ഭദ്ര ചോദിച്ചു. ഞാൻ ദേഷ്യം വന്നപ്പോൾ അറിയാതെ പറഞ്ഞതാ. അവൾ അഭിചേട്ടനെ കുറിച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞു നീയും കേട്ടതല്ലേ? അല്ലെങ്കിൽ അഭിയേട്ടൻ എന്തിനാ നിന്നെ എടുത്തിറക്കിയേ? കയറി ഇതുപോലെ നിനക്ക് ഇറങ്ങാനും അറിഞ്ഞൂടെ? അഭിയേട്ടൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. അത് കണ്ടുകൊണ്ടാണ് അവള് വന്നത്. അതുകൊണ്ടാണ് അഭിയേട്ടനെ തെറ്റിദ്ധരിച്ചത്. അവളുടെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും ഇങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ? അല്ല, അവൾ അഭിയേട്ടൻ വന്നപ്പോൾ മുതൽ ഇങ്ങനെ തന്നെയായിരുന്നു. എന്തോ മനസ്സിൽ ശത്രുത വെച്ച് പെരുമാറണ പോലെ. എനിക്ക് വയ്യ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ. വർണ്ണയും കണക്കാ, നീയും കണക്കാ. നിങ്ങളെന്താന്ന് വെച്ചാൽ ചെയ്യേ. ഭദ്ര അത് പറഞ്ഞ് പുറത്തേക്ക് പോയി. ദത്തൻ വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞ് വരുമ്പോൾ 4 പേരും ഹാളിലിരുന്ന് TV കാണാണ്. 4 പേരും ഒരു സെറ്റിയിലാണ് ഇരിക്കുന്നത്. അറ്റത്ത് ഭദ്രയും അതിൻ്റെ അപ്പുറത്ത് ശീലുവും ആമയുടെ മടിയിൽ തല വെച്ച് ഭദ്രയുടെ മടിയിൽ കാലും വെച്ച് കിടക്കുന്നുണ്ട്. ആമയുടെ ഇപ്പുറത്ത് അവളുടെ തോളിൽ തല ചായച്ച് കിടന്ന് വർണ്ണയും TV കാണുന്നുണ്ട്. ഇതെന്താ പതിവില്ലാത്ത വൈകുന്നേരം ഒരു TV കാണല്ലേ? അവരെ കണ്ട് പാർവതി ചോദിച്ചു. അറിയില്ല, ഇവര് 3 പേര് എന്നെ പിടിച്ച് ഇവിടെ ഇരുത്തിയതാണ്, ആമി പറഞ്ഞു. 3 പേരും കൂടെ പിണങ്ങിയ? ദത്തൻ സംശയത്തോട് ചോദിച്ചു. അവർ 3 പേരും ഒന്നും മിണ്ടാതെയിരുന്നു. അപ്പം അത് തന്നെ കാര്യം. പറ ശീലുമോളെ, എന്തിനാ വഴക്കുണ്ടാക്കിയേ? ആമി ചോദിച്ചു. ഏയ്, വഴക്കൊന്നുമില്ല ചേച്ചി, അവൾ താല്പര്യമില്ലാത്ത രീതിയിൽ പറഞ്ഞു. വേണ്ട, നീ TV കണ്ടോ. തൻ്റെ കൂടെ മുകളിലേക്ക് വരാൻ പറഞ്ഞ എണീറ്റെന്ന് ദത്തൻ പറഞ്ഞു. അവൾ തലയാട്ടിക്കൊണ്ട് വീണ്ടും ആമയുടെ തോളിൽ തലവെച്ച് കിടന്നു. ഈ പിള്ളേർക്ക് ഇതെന്തു പറ്റി? സാധാരണ കലപില സംസാരം കൊണ്ട് മനുഷ്യന് കണ്ണും ചെവിയും തരാത്താണല്ലോ. ഒന്നും മിണ്ടാതെ ഇരിക്കുന്ന വർണ്ണയും ശീലയും ഭദ്രയും കണ്ട് ചെറിയമ്മ ചോദിച്ചു. പറ അമ്മി, എന്താ വരുടെ പ്രശ്നം? ചെറിയമ്മ അമ്മയെ നോക്കി ചോദിച്ചു. തൽക്കാലം ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവുമില്ല. ഇനി എല്ലാവരും പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി. ഭദ്ര അത് പറഞ്ഞ് ഭക്ഷണം കഴിക്കൽ നിർത്തി എണീറ്റ് പോയി. അതിനു പുറകെ വർണ്ണയും ശീലും കൂടെ പോയത് എല്ലാവരും ഒന്നും മനസ്സിലാവാതെ പരസ്പരം നോക്കി. 3 കൂടെ അടിച്ചു പിരിഞ്ഞു കാണും. അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാ, അമ്മായി പുച്ഛത്തോട് പറഞ്ഞു. അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവർ തന്നെ പരിഹരിച്ചോളും. അമ്മയുടെ കാര്യം നോക്കിയാൽ മതി, പാർവതി ഗൗരവത്തിൽ പറഞ്ഞു. പൂർണി, തൻ്റെ ഏട്ടൻ്റെ ഭാര്യ എന്തെങ്ങനെ എല്ലാവരും മയക്കിയെടുത്ത് പരസ്പരം തല്ലിപ്പിരിക്കുന്ന പോലെ ഉണ്ടല്ലോ, അഭിനിമയുടെ കാതിൽ പതിയെ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ജിത്തു. പാറു ചേച്ചി ഇങ്ങനെ ആർക്കു വേണ്ടി സംസാരിക്കുന്ന ആളല്ല. പിന്നെ എങ്ങനെ വർണ്ണയ്ക്ക് വേണ്ടി അമ്മയോട് ദേഷ്യപ്പെടുന്നതാണാവോ? അവള് കാണുന്ന പോലെ അത്ര പാവൊന്നല്ലാന്ന് തോന്നുന്നു, നിമ്മി പറഞ്ഞ അബിയുടെ മുഖത്തൊരു കൂടെ പുഞ്ചിരി തെളിഞ്ഞു. ദത്തൻ ഡോർ ലോക്ക് ചെയ്ത് തിരിഞ്ഞതും വർണ്ണ ഓടി വന്നവന് കെട്ടിപ്പിടിച്ചു. ഇപ്പം 2 ദിവസമായിട്ട് ദത്തൻ്റെ കുട്ടിക്ക് എന്നും സങ്കടമാണല്ലോ.
ദത്തൻ അവളുടെ പുറത്ത് പതിയെ തട്ടിക്കൊണ്ട് പറഞ്ഞു, ഞാൻ എനിക്കറിയില്ല ദത്ത, നമ്മുടെ ശീലു അയാൾ എനിക്ക് പേടിയാവാ ദത്ത. എൻ്റെ കുഞ്ഞ് സങ്കടപ്പെടാതെ, ഞാനില്ലേ കൂടെ. എൻ്റെ ദേവുട്ടി വന്നേ, ഞാൻ ചോദിക്കട്ടെ എന്താ കാര്യം എന്ന്. അവൻ ചെയറിലേക്ക് ഇരുന്ന് അവളെ തൻ്റെ മടിയിലേക്ക് ഇരുത്തി. ഇനി പറ, എന്താ ഉണ്ടായേ? ദത്തൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. വർണ്ണം ഉണ്ടായ കാര്യങ്ങളെല്ലാം അവനോട് തുറന്നു പറഞ്ഞു. ദത്തൻ്റെ മുഖം ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകി. പക്ഷേ അത് വർണ്ണം അറിയാതിരിക്കാൻ അവൻ ശ്രദ്ധിച്ചിരുന്നു. നിനക്കെല്ലാം അറിയാവുന്നല്ലേ ദത്ത, പിന്നെന്തിനാ അയാളെ ഈ വീട്ടിൽ താമസിപ്പിക്കുന്നേ? എനിക്ക് പേടിയാവാ. അയാൾ എന്നോടുള്ള ദേഷ്യത്തിൽ ശീലുവിനോട് ഭദ്രയോടെ എന്തെങ്കിലും ചെയ്യോ? അവരൊന്നും ചെയ്യില്ലടാ, ഞാനല്ലേ പറയുന്നേ. പിന്നെ അഭിജിത്തിനെ നമുക്ക് എളുപ്പം ഇവിടെയൊന്നും പുറത്താക്കാൻ കഴിയില്ല. അവന് പിന്നെ വേറെ ചിലർ കൂടിയുണ്ട്. അതിനെന്താ ദത്ത, സത്യങ്ങളെല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കിയ പോരെ? അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം പറഞ്ഞാൽ ഇവിടെയുള്ളവരതെല്ലാം വിശ്വസിക്കുമോ? ആമി ചേച്ചി പറഞ്ഞാൽ വിശ്വസിക്കില്ലേ? ഇല്ലടാ, അതിനുള്ള പ്ലാനുകൾ അഭി ആദ്യം തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി അഥവാ അതിനെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ആദ്യം ചെയ്യുന്നത് നിൻ്റെ ആമയുടെ നേർക്ക് തന്നെയായിരിക്കും. എന്തുകൊണ്ട് അഭിജിത്തിന് അറിയുന്ന കാര്യം നിങ്ങൾ ആദ്യം പറഞ്ഞില്ല എന്ന്. അപ്പോൾ അവനെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നാണോ? അല്ല കുഞ്ഞെ, അഭിജിത്ത് ഇപ്പോൾ ഇവിടെ നിൽക്കേണ്ടത് നമ്മുടെ ആവശ്യം തന്നെയാണ്. അവനിലൂടെ ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കാണ്ട്. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ദത്ത. എൻ്റെ കുട്ടി ഇപ്പം തൽക്കാലം ഒന്നും മനസ്സിലാക്കേണ്ട. സമയമാകുമ്പോൾ ഞാൻ എല്ലാം പറയിച്ചു തരാം. പിന്നെ ശീലുവിൻ്റെ പിണക്കം നമുക്ക് നാളെ തന്നെ മാറ്റാം കേട്ടോ. അവൾ മൂളി. എന്നാൽ എൻ്റെ കുട്ടി സുഖമായി കിടന്നുറങ്ങാൻ നോക്ക്. ദത്തൻ അവളെ എടുത്ത് ബെഡിൽ കിടത്തി. ദത്തൻ ലൈറ്റ് ഓഫ് ചെയ്ത് വന്ന് കിടന്നു. വർണ്ണ അവൻ്റെ മേൽ കയറി കിടന്നു. ദത്തൻ അവളെ ഇരു കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ച് പുറം കൂട്ടിക്കൊടുത്തു. വർണ്ണ ഉറങ്ങിയെന്ന് മനസ്സിലായത് അവൻ അവളെ ബെഡിലേക്ക് കിടത്തി പുതപ്പിച്ച് കൊടുത്തു. ശേഷം വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു. നായിൻ്റെ മോനെ, നിന്റെ മാറ്റാത്ത സ്വഭാവം എൻ്റെ കുട്ടികളോട് കാണിക്കാൻ വന്നോ? നിന്റെ അസുഖം ഞാനങ്ങ് തീർത്തു തരും. ദത്തൻ അബിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ചുമരിലേക്ക് ചേർത്തു. നീ എന്താ മോനെ വിചാരിച്ച്? നിന്നെ പേടിച്ചിട്ടാണ് ഞാൻ ഒന്നും മിണ്ടാതെ നടക്കുന്നതെന്നോ? നീ ഏതുവരെ പോകുന്ന അറിയാൻ തന്നെയായിരുന്നു ഞാൻ ഇങ്ങനെ ചെയ്തേ. എന്ന് വെച്ച് നിൻ്റെ ഈ കണ്ണൻ പെണ്ണിൻ്റെ നേരെയോ പെങ്ങന്മാരുടെ നേരെയോ വന്നാ പിന്നെ നീ 2 കാലിൽ എണീറ്റ് നടക്കില്ല. ശ്വാസം കിട്ടാതെ പിടയുന്ന അബിയെ ദത്തൻ സ്വതന്ത്രമാക്കിയിരുന്നു. അബി ശ്വാസം ആഞ്ഞു വലിച്ച് താഴേക്ക് ഊർന്നിരുന്നു. ദത്തൻ അവൻ്റെ കോളർ പിടിച്ചുയർത്തി എഴുന്നേൽപ്പിച്ചു. ശേഷം അവനെ നേരെ നിർത്തി അവൻ്റെ കവളിൽ ആഞ്ഞടിച്ചു. ഇതെൻ്റെ പെങ്ങന്മാരുടെ മേലിൽ നീ കൈ വെച്ചതിന്. ശേഷം അവൻ്റെ മറ്റേ കവളിൽ ആഞ്ഞടിച്ചു. ഇതെൻ്റെ പെണ്ണിനെ ഭീഷണിപ്പെടുത്തിയതിന്. അവനെ പിന്നിലേക്ക് തള്ളി ദത്തൻ മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങിയെങ്കിലും അവൻ ദേഷ്യം തീരാതെ തിരികെ വന്ന് അവനെ ആഞ്ഞു ചവിട്ടി. ദേഷ്യം ഒന്ന് കുറഞ്ഞതും അവൻ റൂമിലേക്ക് തിരികെ വന്നു. അപ്പോഴാണ് വർണ്ണയുടെ അരികിൽ അവളെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ശീലുവിനെ കണ്ടത്. 2 പേരും നല്ല ഉറക്കത്തിലാണെന്ന് മനസ്സിലായതും അവരെ പുതപ്പിച്ച് അവൻ നേരെ താഴേക്ക് പോയി. ചാരിയിട്ട ഭദ്രയുടെ റൂം അവൻ പതിയെ തുറന്നു. അവിടെ ഭദ്രയുടെ കൂടെ ആമിയും ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ അവൻ വാതിൽ ചാരി റൂമിലേക്ക് തന്നെ വന്നു. ലൈറ്റ് ഓഫ് ചെയ്ത് അവൻ വർണ്ണയുടെ അരികിൽ വന്ന് കിടന്നു. വർണ്ണയെ ശീലുവിനെ കെട്ടിപ്പിടിച്ചാണ് കിടക്കുന്നത്. അതുകൊണ്ട് അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ച് തിരിഞ്ഞു കിടന്നു. പിന്നീട് ഉറക്കത്തിൽ എപ്പോഴും അവളുടെ കൈകൾ തന്നെ ചുറ്റിപ്പിടിച്ചെന്ന് ദത്തൻ അറിഞ്ഞിരുന്നു. ശീലു എണീറ്റ്, സമയം എത്രയായിന്നാ? ഇന്ന് ക്ലാസ്സിൽ പോകണ്ടല്ലേ? ദത്തൻ ശീലുവിനെ തട്ടി വിളിച്ചു. അവൾ കണ്ണ് തിരുമ്മി നോക്കുമ്പോൾ ദത്തൻ മുന്നിൽ കൈ കെട്ടി നിൽക്കുകയായിരുന്നു. ഇന്ന് ക്ലാസ്സില്ല ഏട്ടാ, പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്തിട്ട് വരേണ്ട കാര്യമുള്ളൂ. എങ്ങനെയായാലും കോളേജിൽ പോവണ്ടേ, അപ്പോൾ പോയി റെഡിയാവാൻ നോക്കിയേ. ദത്തൻ അത് പറഞ്ഞ് ബാത്റൂമിലേക്ക് നടന്നു. കുളി കഴിഞ്ഞിറങ്ങിയ ദത്തൻ കണ്ണു ബെഡിലിരുന്ന് സംസാരിക്കുന്ന വർണ്ണയും ശീലുവിനെയും ഭദ്രയാണ്. അവരുടെ ഭാവം കണ്ടാൽ ഇന്നലെ ഒരു വഴക്ക് കഴിഞ്ഞാന്ന് പറയുകയില്ല. 3 കൂടെ സീരിയൽ കഥയാണ് പറയുന്നതെന്ന് മനസ്സിലായതും ദത്തൻ അത് ശ്രദ്ധിക്കാതെ കണ്ണാടിക്ക് മുന്നിലേക്ക് നടന്നു. എന്നാൽ ഞങ്ങൾ പോയി റെഡി ആവട്ടെ, കോളേജിൽ പോകണം. ഉച്ചയ്ക്ക് മുമ്പ് ഞങ്ങൾ തിരികെ വരും. ശീലും അതിന് നേരെ താഴേക്ക് നടന്നു.
വർണ്ണ ബെഡിൽ നിന്ന് ഇറങ്ങി. കബോർഡിൽ നിന്ന് ഷർട്ട് തിരയുന്ന ദത്തിനെ പിന്നിൽ നിന്ന് ചുറ്റിപ്പിടിച്ച് അവൻ്റെ നഗ്നമായ പുറത്തേക്ക് മുഖം ചേർത്തു. അധികം സ്നേഹപ്രകടനമൊന്നും വേണ്ട. ഇന്നലെ എവിടെയായിരുന്നു ഈ സ്നേഹം? ശീലനെ കിട്ടിയപ്പോൾ എന്നെ വേണ്ട അല്ലേ? ദത്തൻ പരിഭവത്തോടെ പറഞ്ഞ് അവൻ്റെ മേലുള്ള പിടി വിടിവിച്ചു. ഇല്ല ദത്ത, അങ്ങനെ ഞാൻ ചെയ്യോ? എന്നിട്ടാണ് ഇന്നലെ അവളെ മാത്രം കെട്ടിപ്പിടിച്ച് കിടന്നേ? ഞാൻ പുറം പോക്കും. ദത്ത, അവൾ ചിണുങ്ങിക്കൊണ്ട് അവൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു. കയ്യിൽ നിന്നും വിട്ടേ പറഞ്ഞ, എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. ദത്തൻ അവളുടെ കൈയെടുത്ത് മാറ്റിയതും പറഞ്ഞ ഒന്നും മിണ്ടാതെ പിന്തിരിഞ്ഞ് നടന്നു. അത് കണ്ട് ദത്തൻ ചിരിച്ചുകൊണ്ട് അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് വട്ടം കറക്കി. ശേഷം മിററിന് മുന്നിലുള്ള ടേബിളിൻ്റെ അവളെ കയറ്റിയിരുത്തി അവളുടെ കാലുകൾ പിന്നിലേക്ക് പിണച്ചു വെച്ചു. ഞാൻ വെറുതെ പറഞ്ഞല്ലേടാ, എനിക്കറിഞ്ഞൂടെ എൻ്റെ കുഞ്ഞിനെ. ദത്തൻ അവളുടെ നിറഞ്ഞ മെഴുകളിൽ ഉമ്മ വെച്ചു. കുളി കഴിഞ്ഞതുകൊണ്ട് അവൻ്റെ മുടിയിലെ വെള്ളം അവളുടെ മുഖത്തേക്ക് തങ്ങി നിന്നു. ദത്തൻ അത് തൻ്റെ ചുണ്ടുകൾ കൊണ്ട് ഒപ്പിയെടുത്തു. ശരിക്കും ഞാൻ അറിഞ്ഞില്ല ദത്ത, സോറി. നിനക്ക് സങ്കടമായ? ഞാനിത്ര റൊമാൻറ്റിക്കായിട്ട് നിൽക്കുമ്പോൾ നീ ഇപ്പോഴും അത് ആലോചിച്ച് ഇരിക്കുകയാണോ പെണ്ണെ? ദത്തൻ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്താൻ വർണ്ണയുടെ നഖം അവൻ്റെ പിൻകഴുത്തിലായിരുന്നിറങ്ങി. ദത്തൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലും കൈകൾ അവളുടെ അണിവയറിലും ഒഴുകി നടന്നു കൊണ്ടിരുന്നു. പെട്ടെന്ന് ദത്തൻ്റെ ഫോൺ റിങ് ചെയ്തത് ഇരുവരും ഒന്ന് ഞെട്ടി. ദത്ത, ഫോൺ. അവൻ വീണ്ടും അവളെ ചേർത്ത് പിടിച്ചതും വർണ്ണ പറഞ്ഞു. ദത്തൻ അവളുടെ ചുണ്ടിന് മീതെ വിരൽ വെച്ച് തടഞ്ഞു. ശേഷം കൈകൾ കൊണ്ട് അവളുടെ അധരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി. അവൻ്റെ ചുംബനത്തിൻ്റെ ലഹരിയിൽ അവളും സ്വയം മറന്നിരുന്നു. എന്നിങ്ങനെയൊക്കെ മതിയാ, എനിക്ക് എൻ്റെ മാത്രം സ്വന്തമായിട്ട് വേണം ഈ കുഞ്ഞു പെണ്ണിനെ. ഇനി അതിന് ഒരുപാട് കാലം വേണ്ടി വരില്ല. അവൻ അവളുടെ കാതിൽ ആർദ്രമായി പറഞ്ഞു. എൻ്റെ മാത്ര, വേറെ ആർക്കും ഞാൻ കൊടുക്കില്ല. ദത്തൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. വർണ്ണ അവനെ ചുറ്റിപ്പിടിച്ച് അങ്ങനെ ഇരുന്നു. ദത്തൻ പോയി കഴിഞ്ഞും വർണ്ണ ഷീലുവിൻ്റെ റൂമിലേക്ക് നടന്നു. അവിടെ അവർ രണ്ടുപേരും കോളേജിൽ പോകാൻ റെഡിയാവുമായിരുന്നു. ആമി നാളെ പോകുന്നതിൻ്റെ സങ്കടം അവർക്ക് 3 പേർക്കും ഉണ്ടായിരുന്നു. ആമിയോട് കുറച്ച് ദിവസം കൂടെ നിൽക്കാൻ നിർബന്ധിച്ചുവെങ്കിലും അവൾക്ക് ക്ലാസ് ഉള്ള കാരണം അതിന് കഴിഞ്ഞില്ല. ഷീലുവും ഭദ്രയും ക്ലാസ്സിൽ പോയതും വർണ്ണ ആമിയുടെ കൂടെ തന്നെയായിരുന്നു. ആമി പോകുന്നതിൽ അവൾക്കായിരുന്നു കൂടുതൽ സങ്കടം. ഉച്ചയ്ക്ക് ശേഷം ഷീലുവും ഭദ്രയും വരുന്ന സമയം വർണ്ണ പഠിക്കുകയായിരുന്നു. അതുകൊണ്ട് അവർ വന്നത് അവളും അറിഞ്ഞില്ല. രാവിലെ ഒന്നും പഠിക്കാത്തതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം എന്തായാലും പഠിക്കണമെന്ന് ആമി നിർബന്ധം പറഞ്ഞിരുന്നു. ഇത്രയും കാലം പഠിക്കാത്തത് നടന്നുകൊണ്ട് തന്നെ ടോപ്പിക്കുകൾ വേഗത്തിൽ പഠിച്ചെടുക്കാൻ വർണ്ണയ്ക്ക് കഴിഞ്ഞിരുന്നില്ല എന്ന് മാത്രമല്ല, നല്ല ബുദ്ധിമുട്ടുമായിരുന്നു. ചെറിയ പോർഷൻസ് പോലും പഠിച്ചെടുക്കാൻ ഒരുപാട് സമയം ആവശ്യമായിരുന്നു. 4 മണിക്ക് ചെറിയമ്മ ചായ കുടിക്കാൻ വിളിച്ചപ്പോഴാണ് വർണ്ണ താഴേക്ക് വന്നത്. അവൾ വരുമ്പോൾ ഭദ്രയും ഷീലും അഭിയും നിമ്മിയും കാര്യമായ ചർച്ചയിലായിരുന്നു. ദേ, വർണ്ണ കൂടെ വന്നല്ലോ. അവൾ വരുന്നത് കണ്ട് നിമ്മി പറഞ്ഞു. അഭിയെ കണ്ടതും വർണ്ണയുടെ മുഖം മങ്ങി. എങ്കിലും അതവൾ പുറത്ത് കാണിച്ചില്ല. അവൾ ഷീലുവിൻ്റെ അടുത്ത് വന്നിരുന്നു. നാളെ അമ്മ ചേച്ചി പോവല്ലേ, അതുകൊണ്ട് നമുക്കെല്ലാവർക്കും കൂടെ വൈകുന്നേരം പാർക്കിൽ പോയാലെന്ന് ആലോചിക്കുമായിരുന്നു, ഷീലു പറഞ്ഞു. അത് കേട്ട് വർണ്ണ നേരെ നോക്കിയത് അഭിയുടെ മുഖത്തേക്കാണ്. അവൻ്റെ മുഖത്തൊരു പുച്ഛച്ചിരി വിരിഞ്ഞിരുന്നു. ഇനി ഞാൻ കൂടെ വരുന്ന കരുതി വർണ്ണ എതിർത്ത് പറയണ്ട. വർണ്ണയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ വരില്ല, നിങ്ങൾ പോയി എൻജോയ് ചെയ്തിട്ട് വാ. അഭി പറഞ്ഞതും വർണ്ണയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. അതെന്താ ജിത്തു അങ്ങനെ പറഞ്ഞത്? വർണ്ണയ്ക്ക് എന്താ പ്രോബ്ലം? വർണ്ണയും കൂടെ വരും അല്ലേ വർണ്ണ? നിമ്മി അവളെ നോക്കി ചോദിച്ചു. താൻ വരുന്നില്ല എന്ന് പറയണമെന്നുണ്ടായിരുന്നെങ്കിലും ഷീലുവിൻ്റെയും ഭദ്രയുടെയും അവരുടെ കൂടെ ഒറ്റയ്ക്ക് വിടാൻ വർണ്ണയുടെ മനസ്സ് അനുവദിച്ചില്ല. ഞാൻ വരാം. വർണ്ണ അത് പറഞ്ഞതും ഷീലും ഭദ്രനും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഞങ്ങൾ ദാമി ചേച്ചിയോട് പറയട്ടെ, വർണ്ണ നീ പോയി വേഗം റെഡിയാവുക. അത് പറഞ്ഞ് 2 പേരും റൂമിലേക്ക് ഓടി.
എന്നാൽ ഞാൻ റെഡി ആയിട്ട് വരാം. നിമ്മി റൂമിലേക്ക് പോയി. എന്താ മുറപ്പെണ്ണെ, കാര്യങ്ങളൊന്നും നീ വിചാരിച്ച സ്ഥലത്ത് നിൽക്കുന്നില്ല അല്ലേ? അവൻ പരിഹാസത്തോടെ ചോദിച്ചു. എന്നാൽ വർണ്ണ മറുപടി പറയാതെ എഴുന്നേറ്റ് റൂമിലേക്ക് പോയി. ഇവളെന്ത് ഇത്ര നേരമായിട്ടും വരാത്തെ? എന്തൊരു കാണുന്നുണ്ടോ? കാറിൽ എല്ലാവരും വർണ്ണയെ കാത്തിരിക്കുകയാണ്. സമയം കുറേ ആയിട്ടും വർണ്ണയെ കാണാനില്ല. വർണ്ണ, വർണ്ണ, ശീല നീട്ട് വിളിച്ചു. ദാ വരുന്നു. മൂടി ശരിയാക്കി കൊണ്ടുവരണം പുറത്തേക്ക് വന്നു. എന്നാൽ അവളുടെ പിന്നിൽ റെഡിയായി വരുന്ന ശ്രീരാഗിനെ കണ്ടതും അഭിജിത്തിന്റെ മുഖം മങ്ങി. ശ്രീയേട്ടനും വരുന്നുണ്ടാ? ഭദ്ര അത്ഭുതത്തോട് ചോദിച്ചു. ഞാൻ വരുന്നില്ല എന്ന് പലവട്ടം പറഞ്ഞതാ, പക്ഷേ ഇവള് സമ്മതിക്കുന്നില്ല. അവസാനം കരയാൻ തുടങ്ങിയപ്പോൾ വേറെ ഗതിയില്ലാത്തോണ്ട് വന്നതാ, ശ്രീ പറഞ്ഞു. വർണ്ണയുടെ കണ്ണീരിന് മുന്നിൽ വീഴാത്ത ഒരാൾ പോലും ഈ പഞ്ചായത്തിലുണ്ടാവില്ല. അഭിനയ സിംഹാണ്, ആമി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അതെന്തായാലും നന്നായി. ശ്രീയേട്ടനാണെങ്കിൽ ഏതു സമയം ഇപ്പൊ റൂമിൽ അടച്ചിരിക്കുകയാണല്ലോ, ഒരു ചേഞ്ച് ആവും. നിമ്മി പറഞ്ഞതും ശ്രീ ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു. എന്താടോ മുഖം നട്സ് പോയ അണ്ണാനെ പോലെ ഇരിക്കണേ? കാര്യങ്ങളൊന്നും നീ വിചാരിച്ച സ്ഥലത്ത് നിൽക്കുന്നില്ല അല്ലേ? വർണ്ണ അബിയോട് പതിയെ പരിഹാസത്തോടെ പറഞ്ഞ് കാറി കയറി. മുന്നിൽ അബിയും ശ്രീയും ബാക്കിയുള്ളവർ ബാക്ക് സീറ്റിലായി കയറി. ബീച്ചിലെത്തിയതും ശീലവും ഭദ്രയും വെള്ളത്തിലിറങ്ങാൻ ധൃതി കൂട്ടി. ശ്രീ അവരുടെ കയ്യിൽ പിടിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങി. കുറച്ചപ്പുറത്തായി അബിയും നിമ്മിയും വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. വർണ്ണ ആമയുടെ കൂടെ മണലിലിരിക്കുകയാണ്. നീ ഇറങ്ങുന്നില്ല വർണ്ണ മോളെ? ഇല്ല ചേച്ചി, ഒരു മൂഡ് തോന്നുന്നില്ല. ആമയുടെ തോളിലേക്ക് തല വെച്ച് വർണ്ണ പറഞ്ഞു. നാളെ പോവണോ ചേച്ചി? കുറച്ച് ദിവസം കൂടെ നിന്നൂടെ? പറ്റില്ലടാ, അവിടെ അമ്മ ഒറ്റയ്ക്കല്ലേ, പിന്നെ ക്ലാസ്സും ഉണ്ട്. നിങ്ങളൊക്കെ വിട്ടു പോകുന്നതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. ഞങ്ങളെ വിട്ടു പോകുന്നതിനാണോ അതോ പാർത്തിയേട്ടനെ വിട്ടു പോകുന്നതിലാണോ? പറഞ്ഞ അവളെ കളിയാക്കി. അങ്ങനെയും പറയാം, നാണത്തിൽ ആമയും പറഞ്ഞു. ശരിക്കും നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയം? എങ്ങനെ നിങ്ങളുടെ ലവ് സ്റ്റോറി? വർണ്ണ ആകാംക്ഷയോട് ചോദിച്ചു. ഏട്ടനെ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ നാട്ടിൽ വെച്ച് കാണണേ. ദത്തേണ്ണ അന്വേഷിച്ച് വന്നപ്പോൾ എന്നോടാണ് വീട് അന്വേഷിച്ചത്. ആദ്യം ഒരു തല്ലുകൂട്ടത്തിലാണ് ഞങ്ങൾ കണ്ടേ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ആ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഞാൻ ഏട്ടനെ ഓർക്കാറുണ്ട്. ആൾക്കൂട്ടത്തിൽ ഞാൻ മുഖം തിരിയാറുണ്ട്, പക്ഷെ കാണാറൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നീ പാർത്തിയേട്ടൻ്റെ ഫോട്ടോ എനിക്ക് കാണിച്ചു തന്നേ. എനിക്ക് എൻ്റെ കണ്ണുകളെ പോലും വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ അന്വേഷിച്ച് നടന്ന ആളാണ് നിൻ്റെ തൊട്ടടുത്ത് ഉണ്ടായിരുന്നതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്നോടാണെങ്കിൽ എനിക്ക് ഒരാളെ ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്തു. പിന്നെ എങ്ങനെ പാർത്തിയേട്ടനെ കുറിച്ച് അന്വേഷിക്കും? അതുകൊണ്ട് നിൻ്റെ ഇൻസ്റ്റയിലെ ഫോളോവേഴ്സിൽ നിന്ന് ഞാൻ ആളുടെ ID തപ്പിയെടുത്ത് ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് അയച്ചു. എനിക്കറിയില്ലായിരുന്നു ആൾ പോലീസാന്ന്. ആദ്യമൊന്നും മെസ്സേജിന് റിപ്ലൈ തന്നില്ല. ഞാനാരാ മോള് റിപ്ലൈ തരുന്നവരെ മെസ്സേജ് അയച്ച് വെറുപ്പിച്ചു. ആദ്യമൊക്കെ ആൾ കട്ട കലിപ്പായിരുന്നു. പിന്നെ പതിയെ ഓക്കെ ഫ്രണ്ടിനെ പോലെ ആയപ്പോൾ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതോടെ ആളെന്നെ ബ്ലോക്ക് ചെയ്തു. ഞാനും ആകെ അങ്ങ് വല്ലാണ്ടായിപ്പോയി. പിന്നെ വേറെ അക്കൗണ്ടിൽ നിന്നും മെസ്സേജ് അയച്ചെങ്കിലും റിപ്ലൈ ഒന്നുമില്ല. ഇനിയാണ് ട്വിസ്റ്റ്. ഒരു ദിവസം ഞാൻ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അന്ന് ഞങ്ങളെ കണ്ട അതേ സ്ഥലത്ത് ആൾ നിൽക്കണു, അതും പോലീസ് യൂണിഫോമിൽ. ഞാൻ പേടിച്ച് പണ്ടാരടയും പോയി മോളെ. ഫേക്ക് ID നിന്ന് മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് ജയിലിലിടുന്ന് എന്നെ ഭീഷണിപ്പെടുത്തി. ആമി പറയുന്ന കേട്ട് പറഞ്ഞ് ഉറക്ക ചിരിക്കാൻ തുടങ്ങി. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നു ചേച്ചി? എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ? അന്ന് എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഒരു നാണക്കേട്. അല്ല എന്നിട്ട് എന്തായി?
എന്താവാൻ? ഏട്ടന് ഞാൻ മെസ്സേജ് അയച്ച ആദ്യ ദിവസം തന്നെ എന്നെ കണ്ടുപിടിച്ചാന്ന് ഞാനാ മെസ്സേജ് അയക്കണേന്ന്. എന്നിട്ട് അറിയാത്ത പോലെ അഭിനയിച്ചു. ശരിക്കും ഏട്ടൻ എന്നെ ഇഷ്ടമായിരുന്നു. പിന്നെ ഞങ്ങൾ ഫോൺ വിളിക്കാൻ തുടങ്ങി. ഏട്ടൻ ആഴ്ചയിൽ ഒരു ദിവസം എന്നെ കാണാൻ വരും. അങ്ങനെ ഇപ്പം ഇവിടെ എത്തി നിൽക്കണു. പക്ഷെ എനിക്ക് പേടിയുണ്ട്. തറവാട്ടിലുള്ളവരിതൊക്കെ അറിയുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ വന്ന് നിന്ന് ഏട്ടനെ കറക്കിയെടുത്തൊന്നല്ല വിചാരിക്കുക. ഏയ് അതൊന്നും ആലോചിച്ച് ചേച്ചി ടെൻഷനാവണ്ട. പാർത്തിയാടിന് ചേച്ചി ഇഷ്ടമാണല്ലോ. പിന്നെ ദത്തനും എല്ലാം അറിയാം. അവനെല്ലാം നോക്കിക്കോളും. എന്നാലും നീ ഞങ്ങളെ കയ്യോടെ പൊക്കിയില്ലേ. ഈ ബുദ്ധി എൻ്റെ മോള് പഠിക്കണ കാര്യത്തിൽ കാണിച്ചത് നീ എവിടെ എത്തിയാനേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പഠിക്കുന്ന കാര്യം മാത്രമേ പറയാനുള്ളൂ. വർണ്ണ പരാതിയോടെ പറഞ്ഞ് മുന്നോട്ട് നോക്കിയതും അവിടെ കണ്ട കാഴ്ചയിൽ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകയും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. നല്ലൊരു പാർട്ടായിട്ട് നാളെ കാണാം കേട്ടോ. ബൈ. താങ്ക് യു.